ഇതൊക്കെ കറാമത്തല്ലേ? ഏതാണ് കറാമത്ത്? മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എൻ്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്താൻ ഏതായാലും കഴിയില്ല. എനിക്കിൻ്റെ അവസാനത്തെ വരുത്തത്. ഇനി ഞാൻ ഹറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്ക് ഒരൊറ്റ വിളി 11 ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാള് ബഗ്ദാദിൽ വെച്ച് ഷെയ്ഖുനായെ വിളിച്ചാൽ, സൗദി അറേബ്യയിൽ വെച്ച് വിളിച്ചാൽ, നമ്മളെ മൂസ മുസ്ലിയാർ, പാനൂര് മൂസ മുസ്ലിയാർ ഈ അടുത്ത് വഫാത്തായിപ്പോയി. വല്ലാത്തൊരു മുഹിബായിരുന്നു. അള്ളാഹു അവരുടെ ദർജ എത്തിയിട്ട് കൊടുക്കട്ടെ. എല്ലാ ആണ്ടിനും ഇവിടെ വരും. അവരെ വീട്ടിൽ വിപുലമായ ആണ്ട് നടത്തും. അവരുടെ മക്കളെ കല്യാണം കഴിക്കുന്നത് പോലെയല്ല, അവരുടെ വീട്ടിൽ നടത്തുന്ന മറ്റൊരു പരിപാടി പോലെയല്ല. ഷെയ്ഖുനായുടെ ആണ്ട് നന്നായി ആടിൻ്റെ മാംസം വാങ്ങി നല്ല രുചികരമായ ഭക്ഷണമുണ്ടാക്കി ഷെയ്ഖുനാന്റെ പേരിൽ ഹദിയ ചെയ്തുകൊണ്ട് വന്ന ഉസ്താദന്മാർക്ക് മുഴുവനും നന്നായി കാശ് കൊടുത്തുകൊണ്ട് ഒരു വല്ലാതെ ആദരവിലായിരുന്നു മൂസ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ആ ആണ്ട് നടത്തിയിരുന്നത്. ഞാൻ പലപ്പോഴും പങ്കെടുത്തതാണ്. മൂസ മുസ്ലിയാർ ഇവിടുന്ന് വഫാത്തായതിന് തൊട്ട് മുമ്പ്, അഥവാ ജീവിതത്തിൽ അവസാനമായി ഹറമിലെത്തി വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. മൂസ മുസ്ലിയാർ പറയാണ്, ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ എന്ന് പൂതി വെച്ച്, ഇനി ഞാനിവിടെ ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എൻ്റെ എത്തൽ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് പൂതി വെച്ച് നോക്കി, കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അത്രയും തിക്കും തിരക്കുമാണ്. മൂസ മുസ്ലിയാർ പ്രായമുള്ള ആളുമല്ലേ. അപ്പം മൂസ മുസ്ലിയാർ പറയാണ്, ഷെയ്ഖുനായെ ഒന്ന് വിളിച്ചു നോക്കാം. മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എൻ്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്താൻ ഏതായാലും കഴിയില്ല. എനിക്കിൻ്റെ അവസാനത്തെ വരുത്തത്. ഇനി ഞാൻ ഹറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്ക് ഒരൊറ്റ വിളി 11 ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാള് എന്നാണ്, ഇത് ഷെയ്ഖുനല്ല, ഇങ്ങ് തസവൂറാവില്ല, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മോടിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ, ഇതത്ര ആകോ എന്നൊരു ചിലപ്പോ നമുക്ക് തോന്നിപ്പോന്ന, ഇതിന്റെ അപ്പുറാവും. ഇതൊക്കെ കറാമത്തല്ലേ? ഏതാണ് കറാമത്ത്? അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ഷെയ്ഖുന നേടിയെടുത്തത്. അതന്നെ അള്ളാഹു കേൾക്കാത്തതോ അറിയാത്തതോ ഒരു സംഭവമില്ലല്ലോ. ആ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കർമ്മം അത് റബ്ബിൽ ലയിച്ചു കൊണ്ടുണ്ടാകുമ്പോൾ അവരിൽ ഉണ്ടാകുമെന്നല്ലേ ഖുദ്സി ഹദീസിൽ പറഞ്ഞത്.
കണ്ണ് ഞാനാവും, കാല് ഞാനാകും എന്ന് പറഞ്ഞാൽ ഒരു റഹ്മാനിയത്തിൻ്റെ കാഴ്ചപ്പാടും കേൾവിയും എന്ന് വേണ്ട മുഴുവൻ അവയവങ്ങളിലും റഹ്മാനിയത്തിൻ്റെ പവറുണ്ടാവും എന്നല്ലേ ആ പറഞ്ഞത്? അത് തന്നെയല്ലേ കാണുന്നത്? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിലൂടെ മാറ്റം വരുത്തിയ സംഭവം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ രൂപത്തിൽ ജീവിച്ചവർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ്.